എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ 12-ാം നാളിൽ അധികാരമുദയം. അങ്ങനെ വി ഡി സതീശൻ എന്ന് പറയുന്ന ജനനേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ ചാലക്കുടിയിലെ വാർത്തകൾ അധികം ചെയ്യുന്നൊരു വ്യക്തിയാണ്. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പടക്കം പൊട്ടിക്കലിൻ്റെ ഒരു നീണ്ട നിര തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില നേതാക്കന്മാരെ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നത്. അണികളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ബഹുജന സംഘടനകളിൽപ്പെട്ട യൂത്ത് കോൺഗ്രസ് അതുപോലെ മറ്റ് സംഘടനകളിൽപ്പെട്ട അണികളൊക്കെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ വികാരം തന്നെയാണ്. പക്ഷെ ചില നേതാക്കന്മാർ പടക്കം പൊട്ടിക്കുന്ന കാണുന്നില്ലേ, തൊലി ഉരിഞ്ഞു പോണ മാതിരിയാണ്. എന്ന് പറഞ്ഞാൽ ഇവര് ഈ ഏത് സാഹചര്യത്തിൽ ഇവരെ നട്ടല് വളയ്ക്കാവുന്ന രീതിയിലുള്ള ആൾക്കാരാന്നുള്ളത് മനസ്സിലായി. ചാലക്കുടിയിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ആളുടെ ഒപ്പം അന്നും ഇന്നും എന്നും അങ്ങനെയുള്ള പറയാ നിന്നിട്ടുള്ള ഒരേ ഒരു വ്യക്തി, അത് നമ്മുടെ പരിയാരത്തുള്ള കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന പി.കെ. ജേക്കബേട്ടൻ, വീണിക്കപ്പറമ്പൻ പി.കെ. ജേക്കബേട്ടനാണ് ചാലക്കുടിയിൽ ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഹൃദയം തുറന്ന് സന്തോഷിക്കുന്നത്. കാരണം അദ്ദേഹമാണ് അന്നും ഇന്നും എന്നും വി ഡി സതീശൻ എന്ന് പറയുന്ന ജനനേതാവിന്റെ ഒപ്പം നിന്നിട്ടുള്ളതും വി ഡി സതീശനുമായിട്ട് അത്രയും നേരെ ബന്ധമുള്ളതും. ബാക്കിയുള്ള പറയുന്ന നേതാക്കന്മാരുടെ കാര്യങ്ങൾ കാണുമ്പോൾ തമാശ തോന്നണം, ചിരിച്ച് മണ്ണ് വെക്കും. എന്തായിരുന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ ഈ 11 നാളുകളുടെ നടന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 11 നാളുകളിൽ നടന്ന ഈ പ്രചരണ പരിപാടി, ഇതൊരു പ്രചരണ പരിപാടിയായിരുന്നു യഥാർത്ഥത്തിൽ. പണ്ട് അടവ് നയങ്ങളുടെ ആശാമാരെന്ന് പറയുന്നത് സി പി എം ആയിരുന്നു, CPM-ന്റെ നേതാക്കന്മാരായിരുന്നു. ഒരു ബാണസഞ്ചിക്ക് ഇട്ട് കുറച്ച് താടി കൊളുത്തി അവരായിരുന്നു അടവ് നയങ്ങളുടെ ആശാമാര്. പക്ഷേ കാലം മാറി. UDF-ന്റെ അകത്തും കോൺഗ്രസിന്റെ അകത്തും ബുദ്ധിയുള്ള വളരെ വീക്ഷണകോണോടുകൂടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുണ്ട് എന്ന് കാണിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 12-ാം നാളിലെ അധികാര ഉദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 12-ാം ഉദയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം? ഈ 12 നാളുകളിലുള്ള ദിവസങ്ങൾ നടന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഇതൊരു ജന ആരവം സൃഷ്ടിക്കുകയായിരുന്നു. ആർക്ക് വേണ്ടി? വി ഡി സതീശന് വേണ്ടി. ഞാൻ പറയട്ടെ, ഈ ഇലക്ഷന്റെ ഫലം വന്ന് ആദ്യത്തെ വെടിപൊട്ടിക്കുന്ന ആരെന്നറിയോ? മുഹമ്മദ് ഷിയാസാണ്, നമ്മുടെ എറണാകുളത്തെ മുൻ DCC പ്രസിഡന്റും അതുപോലെ തന്നെ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള, കൊച്ചിയിലെ MLA ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ്. അയാൾ പറഞ്ഞൊരു സംഭവം, എറണാകുളം ജില്ലയിൽ നിന്നായിരിക്കും ആദ്യത്തെ മുഖ്യമന്ത്രി. അവിടെ നിന്ന് തുടങ്ങി ഈ അടവ് നയങ്ങളുടെ പ്രക്രിയ. അവിടെ നിന്നായിരുന്നു ഈ അടവ് നയങ്ങളുടെ പ്രക്രിയ തുടങ്ങുന്നത്. എങ്ങനെയാണ് പ്രക്രിയ എന്ന് പറയുന്നത്? വി ഡി സതീശൻ എന്ന് പറയുന്ന ആളെ നന്മയുടെ പക്ഷത്തും KC വേണുഗോപാൽ എന്ന് പറയുന്ന ആളെ തിന്മയുടെ പക്ഷത്തും നിർത്തിക്കൊണ്ട് ഒരു വലിയ ഗെയിം പ്ലാനോട് ഒരുങ്ങിയായിരുന്നു. ആ ഗെയിം പ്ലാൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഒപ്പം ഇവിടുത്തെ ജനങ്ങൾ അതിന്റെ പിന്നാലെ അങ്ങോട്ട് കൂടി. പണ്ട് VS-നെ നന്മയുടെ പക്ഷത്തും തിന്മയുടെ പക്ഷത്ത് പിണറായിനെ നിർത്തിക്കൊണ്ട് CPM-ന്റെ ബക്കറ്റിലേക്ക് വോട്ട് നേടുന്ന അതേ പരിപാടി തന്നെ ബുദ്ധിയുള്ള നേതാക്കന്മാർ സ്റ്റാർട്ട് ചെയ്തു. അതൊരു ജന ആരവമായിരുന്നു. അതായത് വെറുതെ ഒരു സ്റ്റേജിൽ കയറി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സംഭവമാക്കി മാറ്റാനല്ല. വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങ്, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ജനാരവങ്ങളുടെ മൂർത്തിഭാവത്തിന്റെ ഏറ്റവും വലിയൊരു ആരവമാക്കി മാറ്റുകയായിരുന്നു ഈ 12 ദിവസങ്ങളിലെ ഈ ഗെയിം പ്ലാനിലൂടെ കോൺഗ്രസ് ചെയ്തത്. ഇതിക്ക് മുൻപും ഇത്രയും ദിവസങ്ങൾ വൈകിട്ടുള്ള എത്ര മന്ത്രിസഭകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വലിയ ജനകീയ നേതാവ്, ഇതൊരു 10-15 വർഷത്തേക്കൊക്കെ ലക്ഷ്യം കണ്ടുകൊണ്ട് കോൺഗ്രസ് ചെയ്താണ് പരിപാടി. ഇതിന്റെ പിന്നിലെ വ്യക്തമായിട്ടുള്ള പ്ലാനും ബുദ്ധിയും അത് കൃത്യമായി തന്നെ ഒരുക്കപ്പെട്ട സംഭവം തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഞാനിതിലെ ഓരോ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കൊച്ചു കൊച്ചു കടകളിലും അവിടെയൊക്കെ കയറുമ്പോഴേ എല്ലാവരും പറയണം, ആ വി ഡി സതീശനെ ആക്കണ്ടോ ശരിയായിട്ട് പരിപാടി, ആ വി ഡി സതീശൻ എന്തിനേറെ പറയുന്നു? CPM-ന്റെ പ്രവർത്തകർ നടത്തുന്ന ഷോപ്പുകളിൽ പോലും ഞാൻ പിണറായി വിജയന്റെ ആളാണെങ്കിലും ആ വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി അവിടെ. ആ വി ഡി സതീശൻ, മുറുക്കാൻകടയിലും വി ഡി സതീശൻ, കപ്പലിന്റെ കടയിലും വി ഡി സതീശൻ, തുണിക്കടയിലും വി ഡി സതീശൻ, വീടി മനസ്സിലായിണ്ടോ? ഇങ്ങനെ ഒരു ആരവം ഇതിന്റെ ഉള്ളിലൂടെ ഒരുക്കുന്നതിലൂടെ അതിന്റെ ഗുണങ്ങൾ ആർക്കാണ് കിട്ടിയത്? കോൺഗ്രസ് പാർട്ടിക്കും, കോൺഗ്രസ് പാർട്ടിയുടെ ഘടകകക്ഷികൾക്കും UDF-ന്റെ ഘടകകക്ഷികൾക്കും ഒക്കെ ഒരുങ്ങുന്ന ഈ മന്ത്രിസഭയ്ക്കാണ് കിട്ടിയത്. വെറുതെ കയറി ഒരു പ്ലാറ്റ്ഫോമിൽ കയറി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പോലെ ആവില്ല ഇനി വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ്. നിങ്ങൾ നോക്കിക്കോ, വലിയ ജനാരവത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് വി ഡി സതീശൻ വരുന്നത്. അതിന് അങ്ങനെ ഇങ്ങനെയൊന്നും മാന്തി പൊളിക്കാനൊന്നും ഒരാൾക്കും പറ്റില്ല. ഇതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? LDF എന്ന് പറയുന്ന സംഗതി ഇല്ല, അതാണ് വൈപ്പ് ഔട്ട് ചെയ്തു പോയി. വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞതാണ്, വൈപ്പ് ഔട്ട് ചെയ്താൽ പോയി. ആരെങ്കിലും പറയേണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യേണ്ട അവരെ പറ്റി. ഇപ്പോഴും അവരുടെ ചില തീരുമാനങ്ങൾ അവരുടെ സംസ്ഥാന സമിതിയും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ ഒക്കെ എടുത്തേക്കുന്ന സാധനങ്ങൾ കേൾക്കുമ്പോഴേ ചിരി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോമഡി പരിപാടിയായിട്ട് ഈ LDF സംവിധാനത്തെ മാറ്റി അങ്ങോട്ട് വൈപ്പ് ഔട്ട് ചെയ്തു. ഇത് ഈ 12 ദിവസത്തെ പരിപാടി കൊണ്ട് നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഇലക്ഷനിൽ പരാജയപ്പെട്ട UDF-ന്റെ പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി നടന്ന അതിന്റെ ഉള്ളിൽ നടന്ന ഒരു സംവിധാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ആരാ? ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് രമേശ് ചെന്നിത്തലയായിരുന്നു. ആ രമേശ് ചെന്നിത്തലയ്ക്ക് പകരം വി ഡി സതീശനെ കൊണ്ടുവന്നത് KC വേണുഗോപാലാണ്. ആരാണ് KC വേണുഗോപാൽ? ഈ ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ സമുന്നതനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ്. രാഹുൽ ഗാന്ധിക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ KC വേണുഗോപാൽ അല്ലാതെ മറ്റൊരു നേതാവില്ല. ഒരു ഗുഡ് മോർണിംഗ് എന്ന് വിശ്വസ്തയോടുകൂടി പറയാനും തിരിച്ചു കേൾക്കാനും അത്രയ്ക്കും ഒരു പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ആളാണ് KC വേണുഗോപാൽ. അങ്ങനെയുള്ള KC വേണുഗോപാൽ ഈ 27-28 സ്റ്റേറ്റുകൾ വന്ന ഒരു സ്റ്റേറ്റിന്റെ മാത്രം ആളായി മാറോ? എല്ലാ സ്റ്റേറ്റുകളിലെയും കാര്യങ്ങൾ പറയാനും ചുമതലയുള്ള KC വേണുഗോപാൽ കേരളത്തിന്റെ ഒരാളായിട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും ഈ നാടകം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ അതിൽ ഓരോ ദിവസം കഴിയും തോറും എന്താണ് സംഭവിച്ചത്? നന്മയുടെ പക്ഷത്തുള്ള നമ്മുടെ വി ഡി സതീശൻ, നന്മയുടെ പക്ഷത്ത് പ്ലാൻ ചെയ്ത് ഒരുക്കിയ വി ഡി സതീശൻ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു.
KC വേണുഗോപാൽ ഇങ്ങനെ ഒരു തിന്മയുടെ പക്ഷത്താക്കി നിർത്തിക്കൊണ്ട് ഇവർ രണ്ടുപേരും, അതായത് ഒരു കൊട്ടയ്ക്കകത്ത്, കോൺഗ്രസ് ആകുന്ന കൊട്ടയ്ക്കകത്ത് ഇവർ രണ്ടുപേരും കൂടി നിന്നിട്ട് ഒരു ഫൈറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവർ രണ്ടുപേർക്കും അതിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ഒരുക്കി. ആ ഗെയിം പ്ലാനിലൂടെ VD സതീശൻ എന്ന് പറയുന്ന ആള് ജനാരവങ്ങളുടെ ദൈവമായി മാറുന്നു. കോൺഗ്രസ് പാർട്ടിയും അതിനോടൊപ്പം വളരല്ലേ. കോൺഗ്രസ് പാർട്ടിക്ക് 12, ഇനിയിപ്പോ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നിങ്ങൾ നോക്കിക്കോ, വലിയൊരു ആരവത്തോട് കൂടിയിട്ടായിരിക്കും VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഇവിടെ ആര് തമ്മിലായിരുന്നു പ്രശ്നം? VD സതീശനോ രമേശ് ചെന്നിത്തലയോ? ഈ പ്രഖ്യാപനത്തിന് ശേഷം എന്തെങ്കിലും ഒരു മുറുമുറുപ്പ് വന്നു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ്. അത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് വന്നു എന്ന് പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിൽ വാർത്ത എഴുതി കാണിച്ചത്. അതേസമയം KC വേണുഗോപാൽ കൃത്യമായിട്ട് തന്നെ അതിന് കാര്യങ്ങൾ മറുപടി പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് ഈ 11 നാൾ കൊണ്ട് കേരള ജനതയിൽ വന്ന ചില മാറ്റങ്ങളാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മണ്ണെണ്ണയോ പെട്രോളോ മേത്ത് ഒഴിച്ചിട്ടൊരു പരിപാടി ഉണ്ടില്ലേ? ഇതൊക്കെ എവിടെയാണ് നമ്മൾ കാണാറുള്ളത്? തമിഴ്നാട്ടിലല്ലേ? വേറൊരു കൂട്ടർ VD സതീശനെ ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥനകൾ, പ്രത്യേക തുണിയൊക്കെ, പച്ചത്തുണിയൊക്കെ അർപ്പിക്കുന്നു. ഞാൻ ഇതേപോലത്തെ ഒരു കാഴ്ച കണ്ടതേ, പണ്ട് ഈ VS-നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ചർച്ചയും വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനന്നൊരു പ്രശസ്തമായ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്നിങ്ങനെ എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ കൂട്ടത്തിക്കൂടെ ആൾ പറയാണ് VS-ന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. അതേ വികാരം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ കണ്ടത് നമ്മൾ? ഈ 11 ദിവസത്തിന്റെ ഇടയിൽ കേരളത്തിൽ ഈ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മൂല്യങ്ങളോട് താല്പര്യമുള്ള ആളുകൾ, അതായത് അടിച്ച് ഡയലോഗ് പറയുന്ന സംഭവങ്ങളോട് വലിയ താല്പര്യമാണ്. കാര്യം കണ്ട മാതിരി തന്നെ ആരെയും മുഖം നോക്കാതെ പറയുന്ന ആളുകളെ ജനം എപ്പോഴും ആവേശത്തോടു കൂടി അവർ നെഞ്ചിലേറ്റും. കാരണം ജനങ്ങൾ, അതിൽ വേറൊരു സൈക്കോളജി ഉണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യം, നീതി, ഇങ്ങനെയുള്ള മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന നേതാക്കന്മാരോട് എന്നും സ്നേഹമെന്നാണ്. പക്ഷെ ജനങ്ങളുടെ മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ കാണിക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് VD സതീശനിൽ അവർ കാണുന്നു. പണ്ട് പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കും, അല്ലാണ്ട് ബിഷപ്പ് ഹൗസ് അല്ല. ഇങ്ങനെ മത നേതാക്കന്മാർക്കെതിരെ ഒന്നും നോക്കാതെ ആഞ്ഞടിച്ചിട്ടുള്ള 2 നേതാക്കന്മാരേ ഉള്ളൂ എൻ്റെ അറിവിൽ. ഒന്ന് പിണറായി വിജയനും, അതിനുശേഷം VD സതീശനും. കണ്ടോ നിങ്ങൾ? അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ എതിർത്ത് വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് നോക്കി അത് തന്നെ മനസ്സിലാവും. അപ്പൊ എന്തായിരുന്നാലും ഒരു വലിയ വികാരം, ഒരു വലിയ വികാരം, ജനവികാരങ്ങളുടെ മൂർത്തീഭാവം VD സതീശൻ. അത് 12 നാളുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് 12ാം ഉദയത്തിലേക്ക് VD സതീശനെ നയിച്ച മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ ഗെയിം പ്ലാനർക്കും ഇവിടുത്തെ ജനസമൂഹങ്ങളും തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ കാഴ്ച തന്നെയാണ്. അപ്പൊ എന്തായാലും ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർ ഈ ജനാരവങ്ങളുടെ മൂർത്തീഭാവമായിട്ട് VD സതീശനെ മാറ്റുന്നതിൽ നല്ലൊരു ഗെയിം പ്ലാൻ ഒരുക്കി. ആ ഗെയിം പ്ലാനർ തന്നെയാണ് ഞാൻ പറയുന്നത്, ആ ഗെയിം പ്ലാനർ തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ളത്. LDF സംവിധാനം വൈപ്പൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി ആർക്കും ചർച്ച ചെയ്യാനില്ല. അവരിപ്പോഴും അവരുടെ ബാണസഞ്ചിയും അവർക്ക് പറയാനുള്ള ഈ വരട്ട് പ്രത്യയശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 96 ഇലക്ഷനിൽ VS അച്യുതാനന്ദൻ പരാജയപ്പെട്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് പത്രപ്രവർത്തകർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കയ്യില്ലാത്ത പെരീനിട്ട് അദ്ദേഹം ഇങ്ങനെ കയറ്റിപ്പിടിച്ച് പറഞ്ഞു, പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കൃത്യമായി വസ്തുതയോടുകൂടി പഠിക്കും. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പറ്റി ചോദിച്ചു, പറഞ്ഞു പ്രസവിക്കാൻ പോകുന്ന പശുവിന്റെ ജാതകം എഴുതണമെന്നോ, ഇങ്ങനെ എന്തോ വളരെ കോമഡി ആയിട്ടാണ് അതിനെ ആൾ പറഞ്ഞത്. ഇത് ഈ കാരണബോധനായിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, അയാൾ എന്തെങ്കിലും വായന തിരുവാടി ഉണ്ടോ, എന്തെങ്കിലും സംഭവം പറഞ്ഞിട്ടുണ്ടോ? ഇത് തന്നെയാണ് ചാലക്കുടിയിലെ അവസ്ഥ. ചാലക്കുടിയിലെ അവസ്ഥയെ പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും ഈ പടക്കം പൊട്ടിക്കൽ പ്രക്രിയ തുടരട്ടെ. പടക്കം പൊട്ടിക്കൽ പ്രക്രിയയിൽ നെഞ്ച് വിരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ പീനിക്കംപറമ്പൻ ജേക്കബ്, നമ്മുടെ ജേക്കപ്പേട്ടനാണ് ഇതിന്റെ ഏറ്റവും VD സതീശന്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കൊള്ളുന്നത്. അയാൾക്കാണ് ഞാൻ ഈ സല്യൂട്ട് കൊടുക്കുന്നത്. അയാൾ അന്നും ഇന്നും VD സതീശന്റെ ആളാണ്. ഒഴുക്കത്ത് കിടന്ന് ഇങ്ങനെ ആറണമാരുള്ള പരിപാടി അയാൾ കാണിച്ചില്ല. അപ്പൊ ഞാനിന്ന് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അയാൾക്ക് ഒരു സല്യൂട്ട് കൊടുത്തു. എന്ന് വെച്ചാൽ അയാളാണ് ചാലക്കുടിയിൽ VD സതീശന്റെ ആള്. VD സതീശന്റെ ആളെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റിയ ആള് പീനിക്കപ്പറമ്പൻ ജേക്കപ്പേട്ടൻ, നമ്മുടെ ജേക്കബ് ജി തന്നെയാണ് ഏറ്റവും വലിയ ഹാപ്പി. എന്തായാലും ചാലക്കുടിയിലെ കോൺഗ്രസിലെ നേതാക്കന്മാർക്കും കുറച്ചും കൂടി ഇതുപോലെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇടപെടാനായിട്ടുള്ള വിവരം കൊടുക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 12ാം ഉദയത്തിന് ബിഗ് സലൂട്ട്. നന്ദി, നമസ്കാരം.